എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. GYMAT 101 ഫസ്റ്റ് സെമിസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസസ്. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ 4ാമത്തെ മൊഡ്യൂളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, സീരീസ് റെപ്രസെൻറ്റേഷൻസ്. അതിനകത്ത് ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷനും അതിൻ്റെ സ്പെഷ്യൽ കേസായ മക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷനും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിനോടനുബന്ധിച്ച് വരുന്ന ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻസ് ആയിട്ടുള്ള A0, AN, BN, 3 ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻസുകളുടെ ഇവാലുവേഷൻ ഫോർമുല, ഇൻറ്റഗ്രൽ ഫോർമുല നമ്മൾ ചർച്ച ചെയ്തു. ആ ഫോർമുലാസിനെ കളക്റ്റീവായിട്ട് ഓയിലർ ഫോർമുലാസ് എന്ന് വിളിക്കും എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഓയിലർ ഇക്വേഷൻസ് എന്ന് നമ്മൾ വിളിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ആവർത്തിച്ച് വന്നിട്ടുള്ള f(x) = x² ഇൻ ദ ഇന്റർവെൽ -π to π ഫൊറിയർ സീരീസിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. f(x) = x² തന്നെയാണ് ഫംഗ്ഷൻ. നമ്മുടെ ഇന്റർവെലിന് വ്യത്യാസമുണ്ട്. -1 to 1 എന്നുള്ളതാണ് നമ്മുടെ ഇന്റർവെൽ. അപ്പോൾ സ്റ്റിൽ ഇവിടെ നമുക്ക് -a to a എന്നുള്ള ഇന്റർവെൽ ഫോർമാറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓഡ് ഫംഗ്ഷന്റെയും ഈവൻ ഫംഗ്ഷന്റെയും ഒക്കെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് നമുക്ക് ഈ ചോദ്യത്തിലും സാധിക്കും. ഓക്കെ, സോ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഫൊറിയർ സീരീസിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ f(x) = a0/2 plus sigma n = 1 to infinity an cos n pi x divided by L plus sigma n = 1 to infinity bn sin n pi x divided by L. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, സോ ഇനി a0-ൻ്റെയും an-ൻ്റെയും bn-ൻ്റെയും ഫോർമുലാസ് എഴുതണം. a0 = 1/L integral alpha to alpha plus 2L f(x) into f(x) dx. an = 1/L integral alpha to alpha plus 2L f(x) into cos n pi x divided by L dx. bn = 1/L integral alpha to alpha plus 2L f(x) into sin n pi x divided by L dx. അവിടെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ ആണ്. ഓക്കെ, അഥവാ പീരീഡ് ആണ്, അതിന്റെ പകുതിയാണ്. L എന്ന് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത് 12 ആണ് കേട്ടോ. ലെങ്ത് ഓഫ് ദ ഇന്റർവെൽ 12 ആണ്, അതിന്റെ പകുതിയാണ് L എന്ന് പറയുന്നത്, ഹാഫ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ പീരീഡ്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. L കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ a to b എന്നുള്ള ഒരു ഇന്റർവെൽ ആണ് എങ്കിൽ L കണ്ടുപിടിക്കാൻ b-a/2 ആണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇന്റർവെൽ നോക്കിക്കേ, ഇവിടെ a to b എന്ന ഇന്റർവെല്ലുമായിട്ട് ഞാൻ ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ L കണ്ടുപിടിക്കാൻ b-a/2, അതായത് 1 - -1/2, 1 + 1/2 = 2/2 = 1. നമുക്ക് L കിട്ടി. എന്താണ്? 1 ആണ് L-ൻ്റെ വാല്യൂ. സോ ഇപ്പം നമുക്ക് ഈ ഫോർമുലയിൽ L കാണുന്ന സ്ഥലത്തൊക്കെ ഇനി നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ? സോ അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഒന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. അതായത് L-ന് 1 കൊടുത്തുകൊണ്ട് ഫോർമുല ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. f(x) = a0/2 പ്ലസ് സിഗ്മ n = 1 to infinity an cos n pi x/1 എന്ന് വരും. അപ്പോൾ അതെന്തായി? n pi x ആയി. പ്ലസ് സിഗ്മ n = 1 to infinity bn sin n pi x/1 എന്ന് വരും. അപ്പോൾ അതെന്തായി? n pi x ആയി. ഓക്കെ, ഇങ്ങനെയാവും നമ്മുടെ ഫോർമുല. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ a0-ഉം an-ഉം bn-ഉം ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എവിടേക്കാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഈ കാണുന്ന ഇക്വേഷൻ നമ്പർ 1-ലേക്കാണ് നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ആദ്യത്തെ ജോലി എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, നമ്മുടെ a0 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ശരിയല്ലേ?
സോ എ നോട്ട് ഇസ് ഈക്വൽ ടു 1/L ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു 1/L എന്ന് പറഞ്ഞാൽ 1, ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എന്ന് പറഞ്ഞാൽ -1 to 1 എന്നുള്ള ലിമിറ്റാണ്. -1ന്റെ കൂടെ 2 into 1 കൂട്ടുന്നതാണ് +1. ശരിയല്ലേ? സോ -1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ശരിയാണല്ലോ? സോ ഹിയർ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? നമ്മുടെ ചോദ്യത്തിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² എന്ന ഫംഗ്ഷൻ ആയിരുന്നു. അത് നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്താണ് വരിക? 1/1 1 ആവും. ഇന്റഗ്രൽ -1 to 1 x² dx. ഓക്കെ, x² എന്ത് ഫംഗ്ഷൻ ആണെന്ന് അറിയാം നമുക്ക്. അതൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. x² എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 into ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഇതെന്ത് വരും? 2 into ഇന്റഗ്രൽ 0 to 1 x² dx എന്ന് വരും. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2 into x² ഇന്റഗ്രൽ x³ 3 ഓവർ ദ ലിമിറ്റ് 0 to 1. 2 into അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1³ 1/3, ലോവർ ലിമിറ്റ് 0 ആയിട്ട് കൊടുക്കണ്ട. ദാറ്റ്സ് ഈക്വൽ ടു 2/3. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ നോട്ട് കിട്ടി. അത് ഞാനൊന്ന് എഴുതിയിടുന്നുണ്ട്. എ നോട്ടിന്റെ വാല്യൂ എത്രയാണ്? 2/3 ആണ്. ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് എന്താണ്? an കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി. അതിലേക്ക് വരാം. an എന്ന് പറയുന്ന ഫോർമുല എന്താണോ? 1/L ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് n/x/L dx ആണ് an കണ്ടുപിടിക്കുന്ന ഫോർമുല. ദാറ്റ്സ് ഈക്വൽ ടു 1/1 ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² കോസ് n/x/L എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എന്തായി? n/x ആയി dx. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്. ഈ x² എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? ഒരു ഈവൻ ഫംഗ്ഷനാണ്. കോസ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് 2 times ആവും. ശരിയല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 2 times ഇന്റഗ്രൽ 0 to 1 x² ഇൻറ്റു കോസ് n/x dx എന്ന് വരും നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം, അല്ലെ? ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. നമുക്ക് ഇവിടെ പക്ഷെ എന്ത് അപ്ലൈ ചെയ്താൽ മതി? x² ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആവുന്ന ആളാണ്. x² ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 2x, 2x ഡെറിവേറ്റീവ് 2, 2 ഡെറിവേറ്റീവ് 0. അപ്പോൾ അതുകൊണ്ട് ഇന്റഗ്രൽ uv, അല്ലെ? uv1 മൈനസ് u'(v2) പ്ലസ് u'(v3) അല്ലെ? കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത സാധനമാണ്. നോക്കിക്കേ, ഇപ്പം എന്താണ് വരുന്നത്? 2 into ഇന്റഗ്രൽ uv1 x² ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ കോസ് n/x ഇന്റഗ്രൽ എന്താണ് വരിക? സൈൻ n/x എന്ന് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള n/, കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്തായി? uv1 ആയി. ശരിയാണല്ലോ? മൈനസ് u' എന്ന് പറഞ്ഞാൽ x² ഡെറിവേറ്റീവ് 2x, v2 എന്ന് പറഞ്ഞാൽ സൈൻ n/x/n/യുടെ ഇന്റഗ്രൽ. അപ്പോൾ സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് n/x വരും, ഡിവൈഡഡ് ബൈ ഒരു n/യും കൂടെ വരും. ഓൾറെഡി ഉള്ള n/യും കൂടെ ചേർന്ന് n² π² ആവും. ഓക്കെ, അപ്പോൾ uv1 മൈനസ് u'(v2) പ്ലസ് u', 2x ഡെറിവേറ്റീവ് 2, v3 എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് n/x/n² π² ഇന്റഗ്രൽ. മൈനസ് മാറ്റി നിർത്തി കോസിന്റെ ഇന്റഗ്രൽ സൈൻ n/x ഡിവൈഡഡ് ബൈ ഒരു n/യും കൂടെ വരുമ്പോൾ n³ π³ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? ഇനിയിപ്പോൾ 2ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് മുന്നോട്ട് പോകണ്ട. ഓവർ ദ ലിമിറ്റ് 0 മുതൽ 1 വരെ. യെസ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന്റെ പ്ലേസിലോട്ട് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കണേ, അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുത്താൽ സൈൻ n/, വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ n/, എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്, അല്ലെ? സൈൻ ഓഫ് n/, എന്ന് പറയുന്നത് 0 ആണ്. കോസ് ഓഫ് n/, എന്ന് പറയുന്നത് -1 റൈസ് ടു n ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകളാണ്.
സൈൻ എൻ ബൈ 0 ആണ്, കോസ് എൻ ബൈ -1/n ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് 1 കൊടുത്താൽ സൈൻ എൻ ബൈ വരും, ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ 0യും 0. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ സാധനം 0 ആണ്. ഓക്കെ, കോസ് എൻ ബൈ -1/n റിസൾട്ട് ഉണ്ട്, അപ്പോൾ അവിടെ നമുക്ക് 0 ആവില്ല. കോസ് 0 1ഉം റിസൾട്ട്, ഇവിടെ 0 ഇൻറ്റു എന്ന് പറയുന്നത് കൊണ്ട് ലോവർ ലിമിറ്റിൽ അത് 0 ആവും, അത് വേറെ കാര്യം. സ്റ്റിൽ ഇവിടെ സൈൻ എൻ ബൈ എക്സിന് 1 കൊടുത്താൽ 0 ആവും, ലോവർ ലിമിറ്റിൽ സൈന് 0 ആണ്, അപ്പോൾ ഇതും 0 ആണ്. അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും 0 ആണ്. ഈ കാണുന്ന ടേം അപ്പർ ലിമിറ്റിൽ എനിക്ക് വാല്യൂ ഉണ്ട്, ലോവർ ലിമിറ്റിൽ 0 ആയിരിക്കും, കാരണം ഇവിടെ എക്സ് ഉണ്ടല്ലോ. ഈ 0 ഇങ്ങോട്ട് വരുമ്പോൾ 2 × 0 0 ആവും. ശരിയല്ലേ? അപ്പോൾ പറഞ്ഞേ, സോ 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ എക്സിന് 1 കൊടുത്തേ, -2 ഇൻറ്റു എക്സിന് 1 കൊടുത്തു, ബാക്കി മൈനസ് കോസ് എക്സിന് 1 കൊടുത്താൽ എൻ ബൈ വരും, ഡിവൈഡഡ് ബൈ n² π². ഓക്കെ, ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് 0 കൊടുത്താൽ ആ ടേം എന്തായി പോകും? 0 ആയി പോകും. ലോവർ ലിമിറ്റ് കൊടുക്കണമെന്നില്ല, ഇത്രയാണ് വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും, 2 × 2 4 ആവും. കോസ് എൻ പൈ എന്ന് പറയുന്നത് എന്താണ്? -1/n ആവും, ഡിവൈഡഡ് ബൈ n² π². ഓക്കെ, സോ അപ്പോൾ നമ്മുടെ an കണ്ടുപിടിച്ചു നമ്മൾ. an ഞാൻ എഴുതിയിടുന്നുണ്ട്, 4 × -1/n ബൈ n² π². ഇതാണ് നമ്മുടെ an-ന്റെ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ കാണുന്ന bn കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ജോലി. bn-ന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ടല്ലോ. bn is equal to എന്താണ്? 1/L ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L f of x into sin n by x by L dx. ഇതാണ് bn-ന്റെ ഫോർമുല. ഓക്കെ, ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/L എന്ന് പറഞ്ഞാൽ 1, ഇന്റഗ്രൽ -1 to 1 f of x x² ഇൻറ്റു sin n by x by L-ന്റെ വാല്യൂ 1 ആണ് dx. ഓക്കെ, അതായത് ഇന്റഗ്രൽ -1 to 1 x² ഇൻറ്റു sin n by x dx എന്ന് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, x² എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, സൈൻ n by x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്ത് മനസ്സിലായി എനിക്ക്? bn is equal to 0 കിട്ടി അല്ലേ? bn-ന്റെ വാല്യൂ എന്താണ് വരിക? നമുക്ക് 0 ആണ് bn-ന്റെ വാല്യൂ വരിക. അപ്പോൾ a0 ആയി, an ആയി, bn ആയി. a0 an-ഉം bn-ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി വെക്കാൻ പറ്റും? നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതാം. f of x equal to a0/2 plus sigma n equal to 1 to infinity an cos n by x by L plus sigma n equal to 1 to infinity bn sin n by x ആണ് നമ്മുടെ ഫോർമുല. അവിടേക്ക് ഞാൻ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore എന്ത് വരും? f of x is equal to a0/2. a0 എന്ന് പറഞ്ഞാൽ 2/3/2. ഓക്കെ, a0/2 plus sigma n equal to 1 to infinity sigma n equal to 1 to infinity an cos n by x. an എന്ന് പറയുന്നത് 4 × -1/n ഡിവൈഡഡ് ബൈ n² π² cos n by x പ്ലസ് സിഗ്മ n is equal to 1 to infinity bn എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു സൈൻ n by x എഴുതണം എന്നില്ല, അത് 0 ആയി പൊക്കോളും. ഈ ടേം 0 ആയിപ്പോയി. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 കട്ട് ചെയ്യാം, ബാക്കി 1/3 പ്ലസ് സിഗ്മ n is equal to 1 to infinity 4 × -1/n by n² π² cos n by x. This is the required Fourier series representation of the given function. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഈ 4/π² സിഗ്മയ്ക്ക് പുറത്തെടുക്കാം, കാരണം n ഉള്ള വാല്യൂസ് മതി സിഗ്മയുടെ ഉള്ളിൽ. അപ്പം ചിലപ്പോൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയും കൂടെ ഉണ്ടാവും, 1/3 × 4/π² ഈസ് കംപ്ലീറ്റ്ലി എ കോൺസ്റ്റന്റ് ഇൻസൈഡ് സിഗ്മ. ബാക്കി സിഗ്മ n is equal to 1 to infinity -1/n by n² cos n by x. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള f of x. So this is the Fourier series representation of the given function. f of x equal to x² in the interval -1 to 1 Fourier series representation ആണിത്. ഇതും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ചോദ്യം, ഒബ്റ്റെയിൻ ഫൊറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഇൻ -π to π. -π to π എന്നുള്ള ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ ഫൊറിയർ സീരീസ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. സോ ആദ്യമേ തന്നെ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos n pi x divided by L plus sigma n is equal to 1 to infinity bn sin n pi x divided by L. Okay, a0 ന്റെ ഇക്വേഷൻ എന്താണ്? a0 is equal to 1/L integral alpha to alpha plus 2L f of x dx. an is equal to 1/L integral alpha to alpha plus 2L f of x into cos n pi x divided by L dx. bn is equal to 1/L integral alpha to alpha plus 2L f of x into sin n pi x divided by L dx. ആദ്യമേ ഇത്രയും ഫോർമുലാസ് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കണം. അവിടെ തന്നെ ഫോർമുലാസിൻ്റെ മാർക്കിങ് പോരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 1/1 ആയിട്ട് ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചിട്ട് ഫോർമുലയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ എൽ കണ്ടുപിടിച്ചിട്ട് എല്ലിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തുകൊണ്ട് എഴുതുന്ന ഫോർമുലയാണ് നമ്മുടെ ബേസിക് ഫോർമുല. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിടാം നമുക്ക്. ഓക്കെ, എൽ എന്ന് പറയുന്നത് b-a/2 ആണ്. ഓക്കെ, സോ ദിസ് റീജിയൻ ഈസ് കമ്പയർഡ് വിത്ത് എ ബി. അതായത് ഈ ഒരു ലിമിറ്റ് നമ്മൾ എ ബി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. b - a എന്ന് പറയുമ്പോൾ ഇവിടെ b വാല്യൂ π ആണ്, ഇൻ മൈനസ് a വാല്യൂ -π ആണ്, ബൈ 2 ഈക്വൽ ടു π പ്ലസ് π ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു π. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇന്റർവെൽ ലെങ്ത് കിട്ടി. എന്താണ്? π. ഹാഫ് ഓഫ് ദ ഇന്റർവെൽ ലെങ്ത്, അതായത് 2L-ന്റെ പകുതിയാണ് L. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a0 കിട്ടി, സോറി L കിട്ടി. L കിട്ടിക്കഴിഞ്ഞാൽ ഈ L-ന്റെ വാല്യൂ കൊടുത്തോണ്ട് നമ്മുടെ ബേസിക് ഫോർമുല ഒന്ന് മോഡിഫൈ ചെയ്യാം. ദെർഫോർ എന്താണ് വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity an cos n pi x ഡിവൈഡഡ് ബൈ L-ന്റെ വാല്യൂ π ആണ്, അത് കൊടുക്കുക. ഓക്കെ, an cos n pi x by L അല്ലേ, L-ന്റെ വാല്യൂ π ആണ്, അത് കൊടുക്കുക. പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin n pi x divided by L-ന്റെ വാല്യൂ π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ പൈയും കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? ദെർഫോർ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nx അല്ലേ, പൈ കട്ടായാലും ബാക്കി nx ഉണ്ടാവുള്ളൂ, പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin nx. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫോർമുല. നമ്മൾ a0-ഉം an-ഉം bn-ഉം കണ്ടുപിടിച്ചിട്ട് ഈ ഫോർമുലയിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. സോ നമ്മുടെ നെക്സ്റ്റ് ജോലി എന്താണ്? 1/1 ആയിട്ട് ഓരോ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്തിൻ്റെ പരിപാടി നോക്കാം? a0 കണ്ടുപിടിക്കുന്ന പരിപാടി നോക്കാം. ഓക്കെ, a0 കണ്ടുപിടിക്കുന്ന പരിപാടി നോക്കാം. a0 എന്ന് പറയുന്നത് 1/L. 1/L എന്ന് പറഞ്ഞാൽ 1/π ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എന്നുള്ള ലിമിറ്റ് -π to π എന്നുള്ള ലിമിറ്റാണ് ഇവിടെ. എന്താണ്? എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ഡി എക്സ്. നോക്കണേ, മോഡ് എക്സ് എന്ത് ഫംഗ്ഷൻ ആണോ? മോഡ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സിന്റെ ഡെഫിനിഷനും കൂടെ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മോഡ് എക്സ്. അതായത് എക്സിന് 0-നേക്കാൾ വലിയൊരു വാല്യൂ ആണെങ്കിൽ മോഡ് എക്സ് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. എക്സിന് 0-നേക്കാൾ വലിയ വാല്യൂ സ്വീകരിച്ചാൽ മോഡ് എക്സ് എന്താണ്? എക്സ് തന്നെയാണ്. കിട്ടിയോ? ഇതാണ് മോഡ് എക്സിന്റെ ഡെഫിനിഷൻ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നോക്കടാ, ഈ കാണുന്ന സാധനം മോഡ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈവൻ ഫംഗ്ഷന്റെ ഉദാഹരണങ്ങളിലും നമ്മൾ മോഡ് എക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആയതുകൊണ്ട് ഇന്റഗ്രൽ -a to a
ഈവൻ ഡി എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. 2 × 0 to a, അതായത് 0 to π mod x dx എന്ന് എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, 0 to ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ -π to π ആയിരുന്നു ലിമിറ്റ്. ഇവിടുത്തെ ലിമിറ്റ് എന്തായി? നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ ഇന്റഗ്രൽ -a to a f of x dx is equal to 2 × 0 to a f of x dx എന്ന് എഴുതാമെന്ന് നമുക്കറിയാം. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, ശരിയാണല്ലോ. സോ അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ലിമിറ്റ് 0 മുതലായി തുടക്കം. അപ്പോൾ 0 മുതൽ എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡ് x എന്ന് പറയുന്നത് x ആണ്. ഇനി മോഡ് x വേണ്ട, അതിന് പകരം എന്ത് മതി? x മതി. സോ മോഡുലസ് ഒഴിവാക്കണം ഇവിടുന്ന്. അവിടെ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഐഡിയ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അത് എന്ത് ചെയ്തോളുക? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആൻസറായി. സോ എന്താണ് വരിക? ദാറ്റ്സ് ഈക്വൽ ടു 2/π. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ഓവർ ദ ലിമിറ്റ് 0 to π is equal to 2/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് പൈ കൊടുത്താൽ എന്ത് വരും? π² / 2. ലോവർ ലിമിറ്റ് കൊടുക്കണമെന്നില്ല 0 ആയതുകൊണ്ട്. സോ 2 കട്ട് ചെയ്യാം, ഒരു പൈയും സ്ക്വയറും കട്ട് ചെയ്താൽ ബാക്കി എന്തുണ്ടാവും? പൈ ഉണ്ടാവും. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a0ന്റെ വാല്യൂ കിട്ടി. എന്താണ്? പൈ ആണ്. a0 is equal to പൈ. ഓക്കെ, ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാം നമുക്ക്? അപ്പോൾ ഇവിടെ ഫോർമുലയിൽ കൊടുക്കാനായിട്ടുള്ള a0 ആയിട്ടുണ്ട്. ഇനി an വേണം, bn വേണം. ഓക്കെ, അടുത്ത നമുക്കിനി anന്റെ പരിപാടി നോക്കാം. anന്റെ ഫോർമുല എന്തായിരുന്നു? സിഗ്മ n is equal to, പറഞ്ഞാടാ, anന്റെ ഫോർമുല എന്താ? anന്റെ ഇന്റഗ്രൽ ഫോർമുല ആണ് കേട്ടോ. anന്റെ ഫോർമുല എന്താ? 1/L ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L f of x into cos nπx divided by L dx. ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഫോർമുല? anന്റെ ഫോർമുല. ഓക്കെ അല്ലേ? സോ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/L എന്ന് പറഞ്ഞാൽ പൈ ആണ്. ഇന്റഗ്രൽ -π to π. f of x എന്ന് പറഞ്ഞാൽ mod x cos nπx divided by L എന്ന് പറഞ്ഞാൽ പൈ. അത്രയും എന്താ വരും? dx. അവിടെ നമുക്ക് പൈ കട്ട് ചെയ്യാം. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π mod x ഇൻറ്റു cos nx dx എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, mod x എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാലും ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതെന്തായി? 1/π ഇൻറ്റു 2 ടൈംസ് ഇന്റഗ്രൽ 0 to π. 0 to π ആയി കഴിഞ്ഞാൽ mod x വേണ്ട, x മതിയെന്ന് നമ്മൾ പറഞ്ഞു. കാരണം mod x ഈക്വൽ ടു x ഫോർ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ x കൊടുത്തു, ബാക്കി എന്തുണ്ട്? cos nx dx. ഓക്കെ, അപ്പം 1/π ഇൻറ്റു 2 എന്നുള്ളത് 2/π ആയി. ഇന്റഗ്രൽ 0 to π x ഇൻറ്റു cos nx dx എന്നുള്ളതാണ് നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഇന്റഗ്രൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇന്റഗ്രൽ u(v)(u(v1 - u'(v2 + u'(v3) മൈനസ് എക്സെട്ര എന്ന ഫോർമുല നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു u(v1) x ഇൻറ്റു cos nxന്റെ ഇന്റഗ്രൽ sin nx ഡിവൈഡഡ് ബൈ n. ഓക്കെ, മൈനസ് u'(x)ന്റെ ഡെറിവേറ്റീവ് 1 v2 sin nxന്റെ ഇന്റഗ്രൽ മൈനസ് cos nx ഡിവൈഡഡ് ബൈ n കൂടെ ഒരു n കൂടെ വരുമ്പോൾ n² ആവും. അപ്പം ഇനി 1ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് എഴുതണ്ട. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ π വരെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റിൽ sin nπ 0 ആവും, sin 0 0 ആവും. അപ്പോൾ അപ്പർ ലിമിറ്റിൽ രണ്ടുപേരും 0 ആണ്. ഇനി നോക്കിയടാ, 2/π ഇൻറ്റു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഞാൻ രണ്ട് മൈനസും ചേർത്ത് പ്ലസ് ആക്കി. ഓക്കെ, ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുത്താൽ cos nπ എന്ന് വരും അല്ലേ? cos nπ ഡിവൈഡഡ് ബൈ n² മൈനസ് ഇവിടെ cos 0 1/n² എന്ന് വരും. ശരിയാണല്ലോ? ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ cos 0 1 വരും ബൈ എന്താണ്? n². നമുക്കറിയാം cos nπ എന്ന് പറഞ്ഞാൽ എന്താണോ? cos nπ എന്ന് പറഞ്ഞാൽ
അത് -1 റേസ് ടു n ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/π ഇൻറ്റു -1 റേസ് ടു n -1 ഹോൾ ബൈ n² എന്ന് വരും. ഓക്കെ ആണോ നോക്കണേ മക്കളെ? cos nπ എന്നുള്ളത് -1 റേസ് ടു n ആയി, -1 ബൈ കോമൺ ഡിനോമിനേറ്റർ n². ഓക്കെ, സോ അവിടെ നമ്മുടെ ഇത്രയുമാണ് നമുക്ക് എന്ത് വരിക, an-ൻ്റെ വാല്യൂ വരിക. അത് നമ്മളൊന്ന് എഴുതി വെച്ചോളൂ. an-ൻ്റെ വാല്യൂ എന്താണോ 2 ഇൻറ്റു -1 റേസ് ടു n -1 2 ഇൻറ്റു -1 റേസ് ടു n -1 ഡിവൈഡഡ് ബൈ പൈ n². ഓക്കെ, ശരിയാവുന്നുണ്ടല്ലോ അല്ലേ? 2 ഇൻറ്റു -1 റേസ് ടു n -1 ബൈ പൈ n². ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് bn കണ്ടുപിടിക്കാം. bn ഒബ്വിയസ്ലി 0 ആവും, ശരിയല്ലേ? കാരണം mod x എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഇൻറ്റു സൈൻ വരുന്ന കേസിൽ ഓഡ് ഇൻറ്റു ഈവൻ വരും. അത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷനെ -a to a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആണ്. എനിവേ അതൊന്ന് സ്റ്റെപ്പിൽ കാണിക്കണം കേട്ടോ. bn is equal to എന്താണ് 1/l ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f of x ഇൻറ്റു സൈൻ nπx ഡിവൈഡഡ് ബൈ l dx. അപ്പോൾ അവിടെ 1/π ഇൻ്റഗ്രൽ -π ടു π മോഡ് x ഇൻറ്റു സൈൻ nπx ബൈ π എന്ന് പറഞ്ഞാൽ സൈൻ nx വരും dx. മോഡ് x എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ ഫംഗ്ഷനാണ്. സൈൻ x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷനെ -a to a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ 0 ആണ്. ക്ലിയർ അല്ലേ? ഒരു -a to a ഓഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ എന്താണ്? 0 ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ വാല്യൂസ് കൊടുത്തുകൊണ്ട് നമ്മുടെ a0ഉം an ഒക്കെ കൊടുത്തുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1 എഴുതിയാൽ നമ്മുടെ ഫൈനൽ സീരീസ് റെപ്രസെൻറ്റേഷനായി. സോ അതിലേക്ക് വരാം. ദെർഫോർ ദ Fourier series representation of the given function f of x equal to mod x in the interval -π to π is f of x is equal to a0 by 2. a0 എന്ന് പറഞ്ഞാൽ π ആണ്, by 2 plus sigma n is equal to 1 to infinity an cos n nx. an എന്ന് പറഞ്ഞാൽ 2 into -1 raised to n minus 1 2 into -1 raised to n minus 1 by pi n² by pi n². അപ്പം a0 ആയി cos nx പ്ലസ് സിഗ്മ n equal to 1 to infinity bn 0 ആയതുകൊണ്ട് അത് എഴുതണമെന്നില്ല. സോ ദിസ് ഈസ് ദ റിക്വയർഡ് Fourier series representation. f of x equal to pi by 2 plus sigma n equal to 1 to infinity 2 into -1 raised to n minus 1 by pi n² into cos nx. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2/π എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുക്കാം. അതും കൂടെ ഒന്ന് എഴുതിക്കോളൂ. pi by 2 plus 2 divided by pi into sigma n equal to 1 to infinity -1 raised to n minus 1 by n² cos nx. So this is the given Fourier series representation. ഓക്കെ, വേണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ n-ന് 1 ഉം 2 ഒക്കെ കൊടുത്തിട്ട് 1-2 ടേംസും കൂടെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് Fourier series representation എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വരെ എഴുതിയാൽ മതിയാവും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഫർദർ ഡിഡക്ഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ വാല്യൂസ് കൊടുത്താൽ മതി. ഇവിടുന്ന് എന്തെങ്കിലും ഡെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷനോ വാല്യൂസോ ഒക്കെ കൊടുത്തിട്ട് മുന്നോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടം വരെ എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് Fourier series representation of f of x equal to x in -π less than x less than π and hence show that 1 minus 1/3 plus 1/5 minus 1/7 plus etc equal to π/4. ഇത് ഡെഡ്യൂസ് ചെയ്യാൻ, ഷോ ചെയ്തെടുക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം Fourier series representation കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് Fourier സീരീസിന്റെ ഫോർമുലാസ് ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്താണ്? f of x is equal to a0 by 2 plus sigma n is equal to 1 to infinity an cos n pi x divided by l plus sigma n is equal to 1 to infinity bn sin
n pi x divided by l. ഓക്കെ, അതിനകത്ത് a നോട്ടിൻ്റെ ഫോർമുല എന്താണ്? a നോട്ട് ഇസ് ഈക്വൽ ടു 1 by l integral alpha to alpha plus 2l f of x dx. an is equal to 1 by l integral alpha to alpha plus 2l f of x into cos n pi x divided by l dx. bn is equal to 1 by l integral alpha to alpha plus 2l f of x into sin n pi x divided by l dx. ഓക്കെ, ഈ ഫോർമുലാസ് എഴുതി വയ്ക്കാം. ഫോർമുലാസിൻ്റെ മാർഗ്ഗം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ കിട്ടും. സോ ഇനി എന്താണ് എൽ കണ്ടുപിടിക്കുക. എൽ എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2. സോ ഹിയർ എന്താണ്? ഇതാണ് നമ്മുടെ എ വാല്യൂ, ഇതാണ് ബി വാല്യൂ. ഓക്കെ, ബി മൈനസ് എ ബൈ 2 എന്ന് പറയുമ്പോൾ പൈ മൈനസ് മൈനസ് പൈ ഡിവൈഡഡ് ബൈ 2, പൈ പ്ലസ് പൈ ഡിവൈഡഡ് ബൈ 2, 2 പൈ ഡിവൈഡഡ് ബൈ 2 is equal to പൈ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽ കിട്ടി. എൽ കിട്ടിക്കഴിഞ്ഞാൽ ആ എല്ലിൻ്റെ വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ എഫ് ഓഫ് എക്സ് എന്ത് വരും? എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ n is equal to 1 to infinity a n cos n pi x divided by l എന്ന് പറഞ്ഞാൽ പൈ പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin n pi x divided by l-ൻ്റെ വാല്യൂ എന്താണ്? പൈ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പൈയും പൈയും ഒക്കെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ടാവും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സിഗ്മ n is equal to 1 to infinity a n cos nx പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin nx എന്ന് കിട്ടും. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമ്മൾ എ നോട്ട് എ എന്നും ബി എന്നും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് നോക്കുക? എ നോട്ട് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നോക്കണേ. എ നോട്ട് ഇസ് ഈക്വൽ ടു 1 by l integral alpha to alpha plus 2l f of x dx that's equal to 1 by pi. എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുത്തു. എൽ ഇസ് ഈക്വൽ ടു പൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 1 by പൈ ഇൻ്റഗ്രൽ നമ്മുടെ ലിമിറ്റ് മൈനസ് പൈ മുതൽ പൈ വരെയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഡി എക്സ് അല്ലെ. എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, നമുക്കറിയാം മൈനസ് എ ടു എയിൽ ഓഡ് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ എന്താണെന്നറിയാം? 0 ആണെന്നറിയാം. സോ ദിസ് വിൽ ബിക്കം 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ അല്ലേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എക്സ് ആണ് കിട്ടുക. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് എക്സിന് പകരം തിരിച്ച് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് മൈനസ് എക്സ് എടുത്താൽ മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നത്. എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എ നോട്ട് നമുക്ക് എന്താണ്? 0 ആണ്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചോളൂ. എ നോട്ട് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരാളായി. ഇനി അടുത്ത എന്താണ്? എ എൻ കണ്ടുപിടിക്കുക. എ എൻ. ഓക്കെ, എ എൻ ഇസ് ഈക്വൽ ടു 1 by l integral alpha to alpha plus 2l f of x into cos n pi x divided by l dx is equal to 1 by pi integral minus pi to pi f of x എന്ന് പറഞ്ഞാൽ x ആണ്, cos n pi x divided by l ന് പകരം pi dx. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് പൈ പൈ കട്ട് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. കോസ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു എന്ത് ഫംഗ്ഷനാണ്? ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓഡ് ഫംഗ്ഷനാണ്. ഓക്കെ, ഓഡ് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാണ്. ഒരു ഓഡ് ഫംഗ്ഷനെ മൈനസ് എ ടു എ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ എന്താണ്? 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി എന്നിൻ്റെ വാല്യൂ എ എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടിയടോ? എ എന്നിൻ്റെ വാല്യൂ 0 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ബി എൻ കണ്ടുപിടിക്കണം. നോക്കാം. ബി എന്നിൻ്റെ ഫോർമുല എന്താ? ബി എൻ ഇസ് ഈക്വൽ ടു 1 by l integral alpha to alpha plus 2l f of x into sin n pi x by l dx. bn is equal to 1 by l എന്ന് പറഞ്ഞാൽ പൈ ഇന്റഗ്രൽ
മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞാൽ പൈ ആണ് ഡി എക്സ്. ഇവിടെ നമുക്ക് പൈ പൈ കട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഇൻ്റഗ്രൽ യു വി അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ യു വി എന്ന് പറഞ്ഞാൽ യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു യു വി വൺ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് യു ഡാഷ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വി ടു മൈനസ് കോസ് എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് മാറ്റി നിർത്തി കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ ഒരു എന്ന് വരും. ഓൾറെഡി ഉള്ള എന്നുമായിട്ട് ചേർന്ന് എൻ സ്ക്വയർ ആവും പ്ലസ് യു ഡബിൾ ഡാഷ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ ബാക്കി ഇനി എഴുതണം എന്നില്ല. ഓവർ ദ ലിമിറ്റ് ഇവിടെ മുതൽ എവിടെ വരെയാണോ? നമുക്കിത് വേണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഓഡ് ഈവൻ ഐഡിയ ഉപയോഗിക്കാം കേട്ടോ. ആ ഒരു സ്റ്റെപ്പും കൂടെ ഇവിടേക്ക് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്, സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് 1 ബൈ പൈ മാറ്റി നിർത്തിയാൽ ഇത് 2 ടൈംസ് 0 to പൈ എന്ന് വരും അല്ലേ? താഴേക്ക് എഴുതാം, ശ്രദ്ധിച്ചിരിക്കണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ എന്ന് വരും. ശരിയല്ലേ? കാരണം ഈവൻ ഫംഗ്ഷനെ മൈനസ് എ ടു എ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2 ടൈംസ് 0 to a ആവുമെന്ന് അറിയാം. ഓഫ് ദാറ്റ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1 ബൈ പൈ എന്നുള്ളത് മാറ്റിയിട്ട് ദിസ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ എന്ന് എഴുതാം. ഓക്കെ, ഈ 2 ബൈ പൈ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇൻ്റഗ്രേഷൻ ചെയ്തു. ഇനി ലിമിറ്റ് കൊടുക്കേണ്ടത് 0 മുതൽ പൈ വരെയാണ്. ഓക്കെ, സോ നോക്കിയാടാ, ഒരു സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണേ. ഈ മൈനസും മൈനസും കൂടെ ചേർത്ത് ഞാൻ ഇവിടെ 2 മൈനസ് ഉണ്ട്, അത് പ്ലസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 2 മൈനസുകൾ ചേർത്ത് പ്ലസ് ആക്കി. ഇനി നിങ്ങൾ നോക്ക്, സൈൻ എൻ പൈ അപ്പർ ലിമിറ്റിലും 0 ആണ്, കോസ് സൈൻ 0 ലോവർ ലിമിറ്റിലും 0 ആണ്. അപ്പോൾ ഈ ടേം അൾട്ടിമേറ്റ്ലി 0 ആയിപ്പോൾ. ഇനി ഇവിടെ നോക്കുക, അപ്പർ ലിമിറ്റിൽ 2 ബൈ പൈ ഇൻറ്റു എക്സിന് പൈ കൊടുത്തു മൈനസ് കോസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ലോവർ ലിമിറ്റിൽ ഇവിടെ 0 ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം, മൈനസ് 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, 2 ബൈ പൈ ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് ഇവിടെ പൈയും പൈയും കട്ട് ചെയ്യാം. ഇനി ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസിനെ -1 എന്ന് എഴുതാം. കോസ് എൻ പൈ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. കോസ് എൻ പൈ എന്ന് പറയുന്നത് -1 റൈസ് ടു n ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കോസ് എൻ പൈ എന്താവും? -1 റൈസ് ടു n ആവും, ഡിവൈഡഡ് ബൈ എന്താണ് n. ഇനി നിങ്ങൾ നോക്കുക, -1 ഇൻറ്റു -1 റൈസ് ടു n. അപ്പോൾ ഇവിടെ നമുക്ക് a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n, a റൈസ് ടു m പ്ലസ് n ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -1 റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n എന്ന് വരും. സോ ദിസ് ഈസ് ദ റിക്വയർഡ് bn അല്ലേ? ഇതാണ് നമ്മുടെ bnന്റെ വാല്യൂ. 2 ഇൻറ്റു -1 റൈസ് ടു n പ്ലസ് 1 ബൈ n. ഓക്കെ ആണല്ലോ? സോ അതും കൂടെ ഒന്ന് ഞാനിവിടെ എഴുതിയിടുന്നുണ്ടേ. നമ്മുടെ bnന്റെ വാല്യൂ എന്താണ്? bn ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു -1 റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n. നമുക്ക് എല്ലാം ആയിട്ടുണ്ടല്ലേ? a നോട്ട് ആയി, an ആയി, bn ആയി. അതെല്ലാം കൂടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഫോർ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കപ്പോൾ എന്തെഴുതാം? എ നോട്ടിൻ്റെയും എ എന്നിൻ്റെയും ടേം എഴുതണം എന്നില്ല, അത് 0 ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോവും, ഈ എ എൻ 0 ആയതുകൊണ്ട് ഈ ടേമും 0 ആയി പോവും. ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. എന്താണ്? സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn സൈൻ എൻ എക്സ്. bn എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു -1 റൈസ് ടു n പ്ലസ് 1 ബൈ n അല്ലേ? 2 ഇൻറ്റു -1 റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n സൈൻ എൻ എക്സ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 ഇങ്ങോട്ട് പുറത്തെടുത്തോളൂ. ദാറ്റ്സ് 2 ഇൻറ്റു സിഗ്മ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു സൈൻ എൻ എക്സ് എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എക്സാമിന് ചിലപ്പോൾ റെപ്രസെൻറ്റേഷൻ മാത്രമായിരിക്കും ചോദിക്കുക, പക്ഷേ
നമുക്കൊരു ഡിഡക്ഷൻ കൂടെ ഉണ്ട്. ഡിഡക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ്പാൻഷൻ കൂടെ ചെയ്യേണ്ടി വരും. അതായത് സിഗ്മ എക്സ്പാൻഷൻ ചെയ്യേണ്ടി വരും. 1 കൊടുക്കണം, 2 കൊടുക്കണം, അങ്ങനെ സമ്മേഷൻ ആണ് അല്ലേ. അപ്പോൾ ആ ഡിഡക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തും കൂടെ എഴുതേണ്ടി വരും. നോക്കാം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു നോക്കടാ, ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്നിന് എന്ത് ചെയ്യുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, -1 റൈസ് ടു 1 + 1 -1ന്റെ സ്ക്വയർ. നമുക്കറിയാം -1ന്റെ പവറിൽ ഓഡ് ആണെങ്കിൽ ആൻസർ മൈനസ് തന്നെയാണ്, -1 തന്നെയാണ്. -1ന്റെ പവറിൽ ഈവൻ ആണെങ്കിൽ ആൻസർ എന്താവും, +1 ആവും. ഓക്കെ, അപ്പോൾ -1ന്റെ പവറിൽ 1 + 1 2, -1ന്റെ സ്ക്വയർ 1 വരും, ബൈ എന്നിന് പകരം 1 sin 1x പ്ലസ് അടുത്ത എന്നിന് 2 കൊടുക്കുക, -1 റൈസ് ടു 2 + 1 3 വരും. ഓക്കെ, -1ന്റെ ക്യൂബ് -1 വരും, ബൈ എന്നിന് കൊടുത്തത് 2 ആണ്, sin 2x. അടുത്ത 3 കൊടുത്തു കഴിഞ്ഞാൽ -1 റൈസ് ടു 3 + 1 4 വരും, അത് +1 വരും, കൊടുത്തത് 3 ആണ്, sin 3x. അടുത്തത് ഇപ്പോൾ ഒരു പാറ്റേൺ കിട്ടിയോ, ഇവിടെ എല്ലാം 1 ആണ്, 1 1 1, താഴെ 1 ആണെങ്കിൽ ഇവിടെ 1x, 2 ആണെങ്കിൽ 2x, 3 ആണെങ്കിൽ 3x, ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ്. അപ്പം അടുത്ത വരാൻ പോകുന്നത് എന്തായിരിക്കും, -1/4 sin 4x. അടുത്ത ടൈം എന്തായിരിക്കും, +1/5 sin 5x. അടുത്ത എന്തായിരിക്കും, -1/6 sin 6x. അടുത്ത എന്തായിരിക്കും, +1/7 sin 7x മൈനസ് എക്സെട്ര. ഇങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുക. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഈ റിസൾട്ടിലേക്ക് കൊണ്ടുവരണം. ഇത് π/4 ആണെന്ന് നമ്മൾ തെളിയിച്ചെടുക്കണം. ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു π/2 ഉണ്ടെങ്കിൽ ആ 2 കൂടി ഇങ്ങോട്ട് വന്നിട്ട് π/4 ആക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇൻറ്റ്യൂഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കത്തേണ്ടത്. ഇനി അല്ലാന്ന് അങ്ങനെ മിനിമം അങ്ങനെയെങ്കിലും തോന്നട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഓപ്ഷനിൽ π/4 ആണ്. എന്തായാലും ഈ 2 നമുക്ക് ഇവിടെ ഇടാൻ പറ്റില്ല. 2 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ π/2 ആയിരുന്നെങ്കിൽ ഈ 2 കൂടെ വന്നിട്ട് എനിക്ക് π/4 കിട്ടിയാനെ. അപ്പം ഞാൻ ആക്ച്വലി എക്സിന് കൊടുക്കേണ്ടത്, എടാ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ആരാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ എഴുതണേ, x = എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. കാരണം എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയാം, നമുക്ക് എക്സ് ആണെന്ന് അറിയാം. എക്സിന് π/2 കൊടുത്താൽ നമുക്ക് π/4 കിട്ടും എന്നുള്ളൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടും. അതൊരു രീതിയിൽ ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കാം. നമുക്കിവിടെ ഓഡ് ടേംസ് വരുന്ന ആൾക്കാരെ മാത്രം മതി. ഇപ്പോൾ 1 വേണം, 3 വേണം, 5 വേണം, 7 വേണം, അവരെ മാത്രം മതി. നമുക്കപ്പോൾ ആക്ച്വലി ആരെ ആവശ്യമില്ല, ഈ 2x 4x അങ്ങനെയുള്ള ടേംസ് ആവശ്യമില്ല. അപ്പോൾ അവിടെ അത് ക്യാൻസലായി പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എക്സിന് പകരം π/2 കൊടുക്കുക എന്നുള്ളതാണ്. കാരണം 2 × π/2 π വരും. sin nπ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ. sin nπ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ കൊടുത്താൽ 4 × π/2 എന്നുള്ളത് എന്താണ് വരിക, 2π വരും, അപ്പോൾ അത് 0 ആവും. 6 × π/2 3π വരും, അത് 0 ആവും. 7 × π/2 അത് വാല്യൂ ഉണ്ടാവും, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഒരു ഐഡിയ, എക്സിന് എന്ത് കൊടുത്താലാണ് നമുക്കത് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പുട്ട് x = π/2. അപ്പോൾ ഇവിടെ എന്താണ് വരിക, π/2 = 2 × 1/1 1 വരും, sin π/2 -1/2 × sin 2π/2 +1/3 × sin 3π/2 -1/4 × sin 4π/2 +1/5 × sin 5π/2 -1/6 × sin 6π/2 +1/7 × sin 7π/2 മൈനസ് എക്സെട്ര. എന്ത് ചെയ്തു, നമ്മൾ എക്സിന് പകരം നമ്മൾ π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചോളൂ. ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണ് നോക്കണേ, ഈ കാണുന്ന 2 കൂടെ നമുക്ക് താഴേക്ക് ഇറക്കാം. അപ്പം അത് π/4 ആയി. അപ്പം നമ്മുടെ ഒരു സൈഡ് സെറ്റായിട്ട് കിട്ടി. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി ഇതങ്ങ് എഴുതി വെച്ചാലും ഫുൾ മാർക്ക് കിട്ടും. പറഞ്ഞു തരുമ്പോൾ അതിൻ്റെതായ വൃത്തിക്ക് നമ്മൾ പറയണമല്ലോ. അപ്പം അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. കണ്ണി പൊടിയിടുന്ന പരിപാടിയാണെങ്കിൽ ചെയ്യാം. സോ π/4 = എന്താണ് വരിക, sin π/2 എന്നുള്ളത് 1 വരും. ഇവിടെ 2 കട്ട് ചെയ്താൽ sin π വരും.
ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ n പൈ 0 ആണ്, ആ ടേം 0 ആയി പോകും. പ്ലസ് 1/3 ഇൻറ്റു നോക്കണേ സൈൻ 3π/2. നമുക്കറിയാം ഇതാണ് സൈൻ 1π/2 എന്ന് പറഞ്ഞാൽ ഇതാണ്, 2π/2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, 3π/2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട്. സോ 4π/2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, 4π/2 ആണ് 2π വരിക, 2π/2 ആണ് പൈ വരിക, അതാണ് പൈ 2π. അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അല്ലേ? 0π/2 പൈ 3π/2 2π, ശരിയാണല്ലോ? അതാണ് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? 3π/2. അപ്പം 1π/2 2π/2 3π/2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. സോ സൈൻ 3π/2 -1 ആണ്, ശരിയല്ലേ? സൈൻ nπ/2 എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ആൻസേഴ്സ് വരാം, ഒന്നില്ലെങ്കിൽ +1 വരാം അല്ലെങ്കിൽ -1. +or-1 ആണ്. ഇത് തീരുമാനിക്കുന്നത് ഇത് നോക്കിയിട്ടാണ്. ഓക്കെ, അതായത് സൈൻ എന്താ പറയുക 1π/2 2π/2 3π/2 3π/2 നെഗറ്റീവ് ആയിരിക്കും, 4π/2 5π/2 പോസിറ്റീവ് ആവും, 6π/2 7π/2 നെഗറ്റീവ് ആവും. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടും. അടുത്തത് നോക്കണം, ഇവിടെ 2 4 കട്ട് ചെയ്താൽ 2π വരും, സൈൻ 2π. ഈ ടേം 0 ആയി, ഈ കാണുന്ന ടേമൊക്കെ 0 ആണ്. ഇനി പ്ലസ് 1/5 ഇൻറ്റു സൈൻ 5π/2. 5π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെവല്യൂഷൻ കറങ്ങി വരുമ്പോൾ 4π/2 ആണ്, അടുത്തതിലേക്ക് വരുമ്പോൾ 5π/2, അത് പ്ലസ് ആണ്, അത് +1 വരും, ഇൻറ്റു 1 വരും. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇവിടെ 6π/2 കട്ട് ചെയ്താൽ 3 വരും, സൈൻ 3π എന്താവും? 0 ആവും, പ്ലസ് 1/7 ഇൻറ്റു സൈൻ 7π/2. ഒരു റെവല്യൂഷൻ ചുറ്റിയടിച്ച് വരുന്നത് 4π/2 ആണ്, 5π/2 6π/2 7π/2 ഇവിടെ വരും, അത് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് -1 മൈനസ് എക്സെട്ര, ഇത്ര മതി. ഇനി ഞാൻ RHS LHSലേക്ക് എഴുതാണ്. 1/3 ഇൻറ്റു -1 -1/3, 1/5 ഇൻറ്റു 1 പ്ലസ് 1/5, 1/7 ഇൻറ്റു -1 -1/7 മൈനസ് എക്സെട്ര ഇസ് ഈക്വൽ ടു എന്തുണ്ട്? π/4 ഇസ് ഈക്വൽ ടു എന്താണ്? π/4. സോ ഹെൻസ് എന്ത് പറയാം? പ്രൂവ്ഡ്. ഓക്കെ, സോ കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്തെടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നന്നായിട്ട് എഴുതി പഠിക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഫൈൻഡ് ഫൊറിയർ സീരീസ് ഓഫ് f(x) = x² in 0 to π. ഓക്കെ, x² ചോദ്യം നമ്മൾ -π to π നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം ചെയ്തു. x² ചോദ്യം നമ്മൾ -1 to 1 -π to π നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. -1 to 1 എന്നുള്ള ലിമിറ്റിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തിരുന്നു. 0 to 2π ഇത് മൂന്നും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഫംഗ്ഷൻസിൽ ഒരെണ്ണമാണ് f(x) = x². അപ്പം അതിനകത്ത് പല ലിമിറ്റിൽ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് -π to πയിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്, പിന്നെ -1 to 1 സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 0 to 2πയിലും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് കേസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് -a to a ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും ഉള്ള പ്രത്യേകതയുടെ അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാമായിരുന്നു എന്നതാണ്. 0 to 2πയിൽ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷന്റെ അഡ്വാൻറ്റേജ് ഇല്ല. ശരി, -a to a എന്നുള്ള ലിമിറ്റിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത് തന്നെ a0ഉം an ഉം bn ഒക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, എനിവേ ക്ഷമയോടുകൂടി നമ്മളത് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതിന് തൊട്ട് മുൻപ് ചെയ്ത ചോദ്യവും വൺ ഓഫ് ദ റിപ്പീറ്റഡ് ആണ്. ആ ഡിഡക്ഷനും അങ്ങനെ എടുത്ത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. സോ നോക്കിക്കോളൂ, ഫൈൻഡ് ഫൊറിയർ സീരീസ് ഓഫ് f(x) = x² in 0 to π. For that, first of all, the Fourier series representation of a periodic function f(x) is that is a0/2 plus sigma n is equal to 1 to infinity an cos n pi x divided by L plus sigma n is equal to 1 to infinity bn sin n pi x divided by L. Okay, so
ഇവിടുന്ന് നമ്മൾ എ നോട്ട് എടുക്കുന്നു. എ നോട്ട് എല്ലാം ഫോർമുല എഴുതി വെച്ചോളൂ ആദ്യം. 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ്. an is equal to 1/L integral alpha to alpha plus 2L f of x into cos n pi x divided by L dx. bn is equal to 1/L integral alpha to alpha plus 2L f of x into sin n pi x divided by L dx. Okay. സോ നമ്മൾ എൽ കണ്ടുപിടിക്കുന്നു. എൽ എന്ന് പറയുന്നത് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2. ബി എന്ന് പറയുന്നത് അവിടെ 2π ആണ്, എ എന്ന് പറയുന്നത് 0 ആണ്, ബൈ 2 ദറ്റ് ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു പൈ. സോ എല്ലിൻ്റെ വാല്യൂ എന്താണ് കിട്ടുക? പൈ ആണ് കിട്ടുക. സോ എല്ലിൻ്റെ വാല്യൂ കൊടുത്തുകൊണ്ട് എഫ് ഓഫ് എക്സും ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, സോ ഹിയർ എഫ് ഓഫ് എക്സ് എന്താണ് വരിക? എ നോട്ട് ബൈ 2 plus sigma n is equal to 1 to infinity an cos n pi x divided by L in the value pi plus sigma n is equal to 1 to infinity bn sin n pi x divided by L in the value pi. pi നമുക്ക് കട്ട് ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nx plus sigma n is equal to 1 to infinity bn sin nx. This is equation number 1. Okay, so next നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് a നോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ജോലി. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് തുടങ്ങാം. ഓക്കെ, a നോട്ട് ഇസ് ഈക്വൽ ടു ഫോർമുലയും ഇക്വേഷനൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണേ. ഇവിടെ നമുക്ക് എൽ വാല്യൂ കിട്ടിയതൊന്ന് നോട്ട് ചെയ്തോളൂ. എൽ വാല്യൂ പൈ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. എ നോട്ടിൻ്റെ ഫോർമുല 1/L ഇൻ്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2L എഫ് ഓഫ് എക്സ് ഡി എക്സ് സീക്വൽ ടു 1/L വാല്യൂ പൈ ആണ്. ഇൻ്റഗ്രൽ നമ്മുടെ റിക്വയർഡ് ലിമിറ്റ് 0 മുതൽ 2π വരെയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡി എക്സ് 1/π ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ഓവർ ദ ലിമിറ്റ് 0 മുതൽ 2π വരെ. ഓക്കെ, സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. 1/π ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2πയുടെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വരും. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുക്കണം എന്നില്ല, -0 എന്നേ കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു 2ൻ്റെ ക്യൂബ് 8, പൈയുടെ ക്യൂബ് പൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സോ ഇവിടെ നമുക്ക് പൈയും ക്യൂബും തമ്മിൽ കട്ട് ചെയ്താൽ പൈ സ്ക്വയർ വരും. സോ 8π² ഡിവൈഡഡ് ബൈ 3 കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് അവർ എ നോട്ട്. എ നോട്ട് നമുക്ക് എന്താണ് കിട്ടുക? 8π² ബൈ 3. സോ നെക്സ്റ്റ് നമുക്കിനി എന്താ കണ്ടുപിടിക്കാം? എ എൻ കണ്ടുപിടിക്കാം. ഓക്കെ, എ എൻ എന്താ വരിക എന്നുള്ളത് നോക്കിയോളൂ. എ എൻ ഫോർമുല എന്താണോ? എ എൻ ഇസ് ഈക്വൽ ടു 1/L integral alpha to alpha plus 2L f of x into cos n pi x divided by L dx is equal to 1/L value pi ആണ്. ഇൻ്റഗ്രൽ 0 മുതൽ 2π വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ കോസ് n pi x ഡിവൈഡഡ് ബൈ L വാല്യൂ പൈ ആണ് ഡി എക്സ്. അപ്പോൾ നമുക്ക് പൈ കട്ട് ചെയ്യാം. സോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ എന്താണ്? 1/π integral 0 to 2π 1/π integral 0 to 2π x square into cos nx dx. Okay, 1/π integral 0 to 2π x square into cos nx dx. സോ ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ യു വി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇൻ്റഗ്രൽ യു വി എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? u(v1 minus u'(v2 plus u'(v3) വെച്ചിട്ട് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. നോക്കിക്കേ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് യു ഡാഷ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x v2 സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ വരും. ഓൾറെഡി ഉള്ള എന്നും കൂടെ ചേർന്നിട്ട് എൻ സ്ക്വയർ ആവും പ്ലസ് യു ഡബിൾ ഡാഷ് 2xൻ്റെ ഡെറിവേറ്റീവ് 2 v3 മൈനസ് കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ്
ഡിവൈഡഡ് ബൈ ഒരു എന്നും കൂടെ വരുമ്പോൾ അത് എൻ ക്യൂബ് ആവും ഓവർ ദ ലിമിറ്റ് 0 മുതൽ 2π വരെ. ഓക്കെ ആണല്ലോ. സോ 1/π x² ഇൻറ്റു sin nx by n മൈനസ് 2x ഇൻറ്റു മൈനസ് കോസ് nx by n² പ്ലസ് 2 ഇൻറ്റു മൈനസ് sin nx by n ക്യൂബ്. ഇവിടെ ചില ചിഹ്നങ്ങളുടെ കളികളുണ്ട്. 2 മൈനസുകൾ ചേർത്തിട്ട് നമുക്ക് പ്ലസ് ആക്കുന്നുണ്ട്, പ്ലസും മൈനസും ചേർത്തിട്ട് ഞാൻ മൈനസ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ശ്രദ്ധിക്കുക, അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് സൈൻ 2nπ വരും. ശരിയാണല്ലോ. സൈൻ എനി nπ ആണെങ്കിൽ ആൻസർ 0 ആണ്. സൈൻ ഇവിടെ എന്നിന് നമ്മൾ എക്സിന് 2π കൊടുത്താൽ 2nπ എന്ന് വരും. സൈൻ nπ ഈസ് എനിവേസ് 0. ഓക്കെ, ഈ ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ലോവർ ലിമിറ്റിലും സൈൻ 0 ആണ്. ഇവിടെയും സൈൻ എക്സിന് പകരം നമ്മൾ 2π കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 2nπ വരും. അതും എന്താണ്? 0 ആണ്. ലോവർ ലിമിറ്റിലും സൈൻ 0 ആണ്. ഓക്കെ, നോക്കുക 1/π ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ എക്സിന് 2π കൊടുക്കുക. 2 ഇൻറ്റു 2π ഇൻറ്റു കോസ് 2nπ എന്ന് വരും. ശരിയല്ലേ? എക്സിന് പകരം 2π കൊടുത്താൽ 2nπ വരും. ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, കോസ് 2nπ ഡിവൈഡഡ് ബൈ എന്താണ്? n² ഡിവൈഡഡ് ബൈ n² ഉണ്ട്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എക്സ് ഉണ്ട്. ഇപ്പം 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇത്രയാണ് നമുക്ക് കിട്ടുക. ശരിയാണല്ലോ. സോ ഫർദർ എന്താണ് വരിക എന്ന് പറഞ്ഞേ? നമുക്ക് പയ്യും കട്ട് ചെയ്യാം. ശരിയല്ലടോ? ഇവിടെ നമുക്ക് ഈ കാണുന്ന പയ്യും കട്ട് ചെയ്യാം. 2 ഇൻറ്റു 2 4 ആവും. കോസ് 2nπ എന്നാണ് വരിക. നോക്കണേ, കോസ് ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ എന്താണ് കിട്ടുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് nπ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -1/n ആണ്. ഓക്കെ, കോസ് 2nπ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് -1/2n ആയിരിക്കും. അതായത് -1ന്റെ സ്ക്വയർ റൈസ് ടു n എന്ന് വരും. -1ന്റെ സ്ക്വയർ 1 ആണ്. 1/n എന്ന് വരും. അത് 1 ആണ് കിട്ടുന്നത്. കോസ് 2nπ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം. കോസ് 0 1 ആണ്. ശരിയാണല്ലോ. കോസ് 180 എടുത്തു കഴിഞ്ഞാൽ, അതായത് 0 പൈ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ എടുക്കുമ്പോൾ -1, ഇവിടെ 1 ആണ്. അടുത്തത് 2πയിൽ കയറുമ്പോൾ 1 ആവും. അടുത്തത് 3πയിലാകുമ്പോൾ -1 ആവും. 4πയിലാകുമ്പോൾ 0. അതായത് ഇവിടെ എന്താണ്? പൈ എന്താണ്? 0, 2π, 4π, 6π, 8π, ഇങ്ങനെ ഓഡ് ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആകുമ്പോഴെല്ലാം 1 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ജനറലി നിങ്ങൾക്ക് ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെറിവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. സോ കോസ് 2nπ എന്താണ്? 1 ആണ് കിട്ടുക, ഡിവൈഡഡ് ബൈ n². സോ 4 ഇൻറ്റു 1/n², ദ ആൻസർ വിൽ ബിക്കം 4/n². ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് a0 ആയി. ഇപ്പം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ആള് an ആണ് അല്ലേ? an-ന്റെ വാല്യൂ എന്ത് കിട്ടി? 4/n². അതൊന്ന് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. an-ന്റെ വാല്യൂ എന്താണ്? 4/n². ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? bn-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ bn-ന്റെ ഫോർമുല എഴുതിക്കോ മക്കളെ. bn-ന്റെ ഇക്വേഷൻ എന്താണ്? 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f(x) ഇൻറ്റു സൈൻ nπx/l dx. അതാണ് നമ്മുടെ bn-ന്റെ ഫോർമുല. bn is equal to 1/l ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l f(x) ഇൻറ്റു സൈൻ nπx ഡിവൈഡഡ് ബൈ l dx. നമുക്ക് എല്ലിൻ്റെ വാല്യൂ പൈ ആണെന്ന് നമുക്കറിയാം. സോ ഇതെന്താണ് വരിക? 1/π ഇന്റഗ്രൽ ആൽഫ ടു ആൽഫ പ്ലസ് 2l എന്നുള്ളത് -0 to 2π നമ്മുടെ ചോദ്യത്തിലെ ലിമിറ്റ് ആവും. f(x) x² ആണ്. സൈൻ nπx ഡിവൈഡഡ് ബൈ l എന്ന് പറയുന്നത് പൈ ആണ്. ഇത്രയും dx. പൈ കട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയായി. 1/π ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π x² ഇൻറ്റു സൈൻ nx
ഡി എക്സ് എന്ന് വരും. ശരിയല്ലേ? 1/π ഇൻ്റഗ്രൽ 0 to 2π x² ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ യു വി എന്നുള്ള ഫോർമറ്റാണ്. അവിടെ യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്താണ് വരിക? 1/π ഇൻറ്റു യു വി വൺ x² ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് താഴെ എഴുതാം. x² ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ്. ഇവിടെ ഒന്നും ഓഡിയോന് എടുക്കാൻ പറ്റില്ല കേട്ടോ, 0 to 2π ആണ്. -a to a അത് ആപ്ലിക്കബിൾ ഉള്ളൂ, ഓർത്തോണേ. സൈൻ എൻ എക്സ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് യു ഡാഷ് x² ഡെറിവേറ്റീവ് 2x v2 മൈനസ് സൈൻ എൻ എക്സിൻ്റെ കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ n വരുമ്പോൾ n² ആവും. യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് 2x ഡെറിവേറ്റീവ് 2 v3 മൈനസ് മാറ്റി നിർത്തി സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ ഒരു n³ വരും. ഓക്കെ, ക്ലിയർ ആണോ നോക്കണേ? യു എന്ന് പറഞ്ഞാൽ x² v1 സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ n മൈനസ് യു ഡാഷ് x² ഡെറിവേറ്റീവ് 2x v2 എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇൻ്റഗ്രൽ മൈനസ് മാറ്റി നിർത്തി കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ ഒരു n കൂടെ വരുമ്പോൾ n² ആവും. പ്ലസ് 2x ഡെറിവേറ്റീവ് 2 വരും. ഓക്കെ, 2x ഡെറിവേറ്റീവ് 2 വരും. ഇനി ഇയാളുടെ ഇൻ്റഗ്രൽ ഇത് വരും, മൈനസ് മാറ്റി നിർത്തി സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ ഒരു n കൂടെ വരുമ്പോൾ n² കൂടെ ചേർന്ന് n³ ആവും. ഓക്കെ, സോ ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 2π വരെയാണ് നമ്മുടെ ലിമിറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ 2 മൈനസുകളുണ്ട്, അത് ഞാൻ പ്ലസ് ആക്കുന്നുണ്ട്. ഇവിടെയും 2 മൈനസുകളെ ഞാൻ പ്ലസ് ആക്കുന്നുണ്ട്. ഇനി നോക്കിക്കോണേ, ഇവിടെ നമുക്ക് ആൻസർ ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 2π വെച്ചിട്ട് നമുക്ക് ഇവിടെ ആൻസർ എടുക്കാം. ഇനി ഈ കേസിലേക്ക് വരിക. സൈൻ 2π 0 ആണ്, ലോവർ ലിമിറ്റിൽ സൈൻ 0 ആണ്. ഈ ടേം പോയി കിട്ടി. ഇവിടെ നമുക്ക് ആൻസർ ഉണ്ട്. cos 2π നമുക്ക് ആൻസർ ഉള്ള ടേം ആണ്. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് വരുമ്പോൾ എക്സിന് 2π കൊടുക്കുക, 2πയുടെ സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് 2nπ ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പർ ലിമിറ്റായി. ഇനി ഈ ടേമിലേക്ക് ലോവർ ലിമിറ്റ് കൊടുക്കണ്ട, കാരണം 0² എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. പ്ലസ് 2 ഇൻറ്റു കോസ് 2nπ ഡിവൈഡഡ് ബൈ n³ വരും. ക്ലിയർ ആണല്ലോ? സോ എന്താ വരിക നോക്കി നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണോ ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോസ് 2nπ 1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ശരിയല്ലേ? കോസ് 2nπ എന്ന് പറയുന്ന ടേം എന്താണെന്ന് പറഞ്ഞു? കോസ് 2nπ 1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടേക്ക് കൊടുക്കാം. 1/π ഇൻറ്റു 2π² എടുത്താൽ നമുക്ക് 4π² വരും. മൈനസ് കോസ് 2nπ എന്ന് പറഞ്ഞാൽ 1 വരും ബൈ n. ഓക്കെ അല്ലേ? പ്ലസ് 2 ഇൻറ്റു കോസ് 2nπ എന്ന് പറഞ്ഞാൽ 1 വരും ഡിവൈഡഡ് ബൈ n³. ഓക്കെ, സോ എന്താണ് വരിക? 1/π ഇൻറ്റു നോക്കണേ, 4π² ഇൻറ്റു മൈനസ് 1/n മൈനസ് 4π² ഡിവൈഡഡ് ബൈ n പ്ലസ് 2 ഇൻറ്റു 1 2 ഡിവൈഡഡ് ബൈ n³. സോ മക്കളെ, അപ്പോൾ നമ്മൾ ലോവർ ലിമിറ്റ് കൊടുത്ത സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അതായത് നമുക്ക് നേരത്തെ ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ടേം എന്തായിരുന്നു? കോസ് 2 കോസ് nx ഡിവൈഡഡ് ബൈ n³. ഇങ്ങനെ ഒരു ടേം ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 0 to 2π അല്ലേ, അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 2π കൊടുത്തപ്പോൾ 2 cos 2nπ എന്ന് വന്നു. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ ലോവർ ലിമിറ്റും ആപ്ലിക്കബിൾ ആയിരുന്നു, കോസ് 0 1 ആയതുകൊണ്ട്. ഓക്കെ, സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. മൈനസ് ലോവർ ലിമിറ്റ് കോസ് 0 1 വരും, അപ്പോൾ 2/n³ വരും ലോവർ ലിമിറ്റ്, ശരിയല്ലേ? ലോവർ ലിമിറ്റ് കോസ് 0 1 വരും, അപ്പോൾ 2/n³ ആണ് നമുക്കിവിടെ. മൈനസ് 2/n³ വരും ലോവർ ലിമിറ്റ് കേട്ടോ. അതും കൂടെ ഓർത്തോണം കേട്ടോ, മറന്നു വരുത്. ഞാനത് മുമ്പ് എഴുതിയപ്പോൾ ഞാൻ 0യിൽ ലോവർ ലിമിറ്റ് ബാക്കി 2 ടേംസിൽ നോക്കി, കോസിൻ്റെ ടേമിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചില്ല. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇപ്പം നിങ്ങളത് തിരുത്തിക്കോളൂ.
ലോവർ ലിമിറ്റിനകത്ത് ഈ ഒരു ടേമും കൂടെ നിങ്ങൾ ഈ സ്റ്റെപ്പ് തൊട്ട് ഇവിടെ സ്റ്റെപ്പ് വരെ ഓക്കെയാണ്. അതിനകത്ത് ഇവിടെയും കൂടെ എഴുതിക്കോളൂ. മൈനസ് നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2/n³ എന്നുള്ള ഒരു ടേമും കൂടെ വരും. ഇതിൻ്റെ തൊട്ട് മുൻപുള്ള സ്റ്റെപ്പ് വരെ ഓക്കെയാണ്. നമ്മൾ ലിമിറ്റ് കൊടുത്തതും എല്ലാം കറക്റ്റാണ്. ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 2/n³ കാര്യം മറന്നു വരുത് കേട്ടോ. സോ ഇവിടെ നമുക്ക് +2/n³ -2/n³ നമുക്ക് കട്ട് ചെയ്യാം. പൈയും സ്ക്വയറും കട്ട് ചെയ്യാം. -4π/n ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? bn കിട്ടി. bn എന്ന് പറഞ്ഞാൽ എന്താണ്? -4π/n ആണ്. നമ്മൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്താണ് കിട്ടുക? നോക്കണേ. f of x is equal to a0/2 എന്ന് പറഞ്ഞാൽ 8π²/3/2 എന്ന് പറഞ്ഞാൽ ഒരു താഴെ ഒരു 2 കൂടെ വരും. പ്ലസ് സിഗ്മ n is equal to 1 to infinity an എന്ന് പറഞ്ഞാൽ 4/n² ആണ് കേട്ടോ. an എന്ന് പറഞ്ഞാൽ 4/n² cos nx പ്ലസ് സിഗ്മ n is equal to 1 to infinity bn എന്ന് പറഞ്ഞാൽ -4π/n -4π/n sin nx. ഓക്കെ, സോ ദിസ് ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. നന്നായിട്ടൊന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, ചോദിച്ചതാണ് കേട്ടോ. കുറച്ച് ലെങ്തി ആണ്, പക്ഷേ കുറച്ച് വർക്ക് ചെയ്തെടുത്താൽ എളുപ്പമാണ്. സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.